നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പ്രതിഷേധം. NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നോട്ട് നിരോധനം, പ്രതിഷേധം അടങ്ങുന്നില്ല. NGO യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. അൻപത്തിയേഴാമത് ഹൊസൂർ ഉപജില്ലാ കലോത്സവത്തിന് തുടക്കമായി. ശനിയാഴ്ച സ്റ്റേജ് മത്സരങ്ങൾക്ക് തുടക്കമാവും. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് തുടക്കം. ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമായി. കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണം. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ജില്ലയിലെങ്ങും അനുസ്മരണ പരിപാടികൾ. സുരേന്ദ്രൻ നീലേശ്വരം സ്മാരക മാധ്യമ അവാർഡിന് മനോരമ ന്യൂസ് എഡിറ്റർ പ്രമോദ് രാമൻ അർഹനായി. പുരസ്കാര സമർപ്പണം ഡിസംബർ 3 നീലേശ്വരത്ത് നടക്കും. അതിഞ്ഞാൽ കോയാപ്പള്ളി മഖാമുറൂസിന് തുടക്കം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ തൊഴിലുറപ്പ് തൊഴിലാളികൾ മാർച്ച് സംഘടിപ്പിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. തൊഴിലുറപ്പ് മേഖലയിലെ കൂലി 500 രൂപയായി ഉയർത്തുക, തൊഴിൽ ദിനങ്ങൾ 200 വർദ്ധിപ്പിക്കുക, നോട്ട് നിരോധനം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുയർത്തിയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ കേന്ദ്ര സർക്കാർ ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് നടത്തിയത്. NREG യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ജില്ലാ പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഷക്കീല അധ്യക്ഷയായി. വി നാരായണൻ മാസ്റ്റർ, പി കൃഷ്ണൻ, ശ്യാമള ബെല്ല, ചെറാക്കുട്ട് കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നോട്ട് നിരോധനത്തിനെതിരെ സർക്കാർ ജീവനക്കാരും പ്രതിഷേധത്തിനൊരുങ്ങി. NGO യൂണിയന്റെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നോട്ട് നിരോധനം മൂലം ജനങ്ങൾ നേരിടുന്ന ദുരിതത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് NGO യൂണിയന്റെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന ധർണാ സമരം നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. ആളുകൾ മരിക്കുകയാണ്. 70ഓളം ആളുകൾ രാജ്യത്തിനകത്ത് ഇതിനകം തന്നെ ജീവിതം അവസാനിപ്പിച്ചു വരും. അവരവരുണ്ടാക്കിയ അവരവർ അധ്വാനിച്ചുണ്ടാക്കിയ കാശ്, ആ അധ്വാനിച്ചുണ്ടാക്കിയ കാശിപ്പോ അവരവർക്ക് ബാങ്കിൽ പോയിട്ട് എടുക്കണമെങ്കിൽ അതിന് അനുവാദം ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം TP ഉഷ, VT തോമസ്, K ബാലകൃഷ്ണൻ, K രാധാകൃഷ്ണൻ, AK ആൽബർട്ട്, ഭാനുപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു.
57ാമത് ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവത്തിന്റെ സ്റ്റേജ് മത്സരങ്ങൾക്ക് ശനിയാഴ്ച തുടക്കമാവും. 5 ദിവസങ്ങളിലായി കാഞ്ഞങ്ങാട് സൗത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം നടക്കുന്നത്. 57ാമത് ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവത്തിന് കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. 5 ദിവസങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. കലോത്സവത്തിന്റെ സ്റ്റേജ് തര മത്സരങ്ങൾക്ക് തുടക്കമായി. 8 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക. 95ഓളം വിദ്യാലയങ്ങളിൽ നിന്നായി 5000ഓളം കലാപ്രതിഭകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. 57ാമത് കേരള സ്കൂൾ കലോത്സവം 25 മുതൽ 30 വരെ കാഞ്ഞങ്ങാട് സൗത്ത് ഹൈസ്കൂൾ വെച്ചിട്ട് നടക്കുകയാണ്. ഇപ്പോൾ ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവം എന്ന് പറയുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട വിദ്യാലയങ്ങൾ മത്സരിക്കുന്ന ഒരു വേദിയാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ കലോത്സവത്തിൻ്റെ എല്ലാ പ്രൗഢിയും എല്ലാ ഗാംഭീര്യവും ഈ കലോത്സവത്തിനുണ്ട് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ LP മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുന്നത്. ഇപ്പോൾ 4000-5000 മടിയിലുള്ള വിദ്യാർത്ഥികൾ ഇവിടെ മത്സരിക്കുന്നുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ സ്കൂൾ എന്ന നേട്ടം കൈവരിച്ച ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ കലോത്സവത്തിൽ മത്സരിക്കാനെത്തുന്നു എന്നതും കലോത്സവത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവമാണ് സ്കൂൾ കലോത്സവം. ഈ കാഞ്ഞങ്ങാട് സൗത്ത് സ്കൂളിൽ ഈ ഉപജില്ലാ കലോത്സവം നടത്താൻ വേണ്ടി കിട്ടിയത് വലിയൊരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൻ്റെ ഇടയിലും ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക മാന്ദ്യം യുവജനോത്സവത്തിൻ്റെ നടത്തിപ്പിന് ചെറിയ തോതിലെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ആ രീതിയിൽ അതൊന്നും കാണാതെ തന്നെ ഈ കാഞ്ഞങ്ങാട് സൗത്തും അതിൻ്റെ പരിസരത്തുള്ള ജനങ്ങൾ ഞങ്ങളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. സഹകരണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്ത് LDF ഹർത്താൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ 28-ന് നടത്താനിരുന്ന വേദിയിന മത്സരങ്ങൾ മാറ്റിവെച്ചതായി സംഘാടകർ അറിയിച്ചു. മത്സരങ്ങൾ 29 മുതൽ നടക്കും. ശനിയാഴ്ച നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം P. കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്യും. കലോത്സവം ഡിസംബർ 1-ന് സമാപിക്കും. ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവ നഗരിയെ ആകർഷകമാക്കാൻ ശില്പമൊരുങ്ങി. പൂർവ്വ വിദ്യാർത്ഥി ശ്യാം പ്രസാദാണ് വ്യത്യസ്തമാർന്ന ശില്പമൊരുക്കിയിരിക്കുന്നത്. അറിയപ്പെടുന്ന ചിത്രകാരൻ ശ്യാമാശശിയുടെ മകനാണ് ശ്യാം പ്രസാദ്. തൃശൂർ ഫൈൻ ആർട്സ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയാണ് ശ്യാം പ്രസാദ്. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള കൂട്ടായ്മയെ ആശയവൽക്കരിച്ചുകൊണ്ടാണ് ശ്യാം പ്രസാദ് ശില്പമൊരുക്കിയിരിക്കുന്നത്. ഒരു അധ്യാപകനും കുട്ടികളും തമ്മിലുള്ള കൂട്ടായ്മയുടെ ആസ്പദമാക്കിയാണ് ഈ ശില്പം ആവിഷ്കരിച്ചത്. ഇതിൽ കൂടുതലായിട്ടും കുട്ടികളുടെ സർഗാത്മകതയും നിരീക്ഷണ പാഠവും അതുപോലെ തന്നെ മാനസിക ആരോഗ്യ ഈ നൈസർഗിക പാഠങ്ങൾ അവർക്ക് കൂടുതൽ ഈ ശില്പം കാണുമ്പം കൂടുതലായിട്ട് അവരെങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു, അവർ ഇതിനെങ്ങനെ മനസ്സിലാക്കുന്നു. ഓരോ കുട്ടികൾക്കും ഈ ശില്പം കാണുമ്പോൾ ഒരു അധ്യാപകനും കുട്ടികളും തമ്മിലൊരു ഒത്തൊരുമയെ ആസ്പദമാക്കി ഈ ശില്പം കാണുമ്പോൾ ഓരോ ആൾക്കാരും ഓരോ വ്യക്തികളും ഈ ശില്പത്തിനെ കാണുന്നത് പല രീതിയിലായിരിക്കും. അതിൽ രക്ഷിതാവും കുട്ടികളും തമ്മിലൊരു കൂട്ടായ്മയായിട്ടും ഈ ശില്പത്തിനെ കാണും. സിമെന്റിൽ തീർത്ത ശില്പം ഏറെ ആകർഷകമാണ്. 8ാം തരം മുതൽ സംസ്ഥാനതല മത്സരങ്ങളിൽ ക്ലേ മോഡലിംഗിൽ പങ്കെടുത്തിരുന്നു. 1.5 മാസത്തെ പ്രയത്നത്തിലൂടെയാണ് ശില്പമൊരുക്കിയതെന്ന് ശ്യാം പ്രസാദ് പറഞ്ഞു. 29-ന് ശില്പം സ്കൂളിന് സമർപ്പിക്കും. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. സമ്മേളനത്തിന്റെ ഭാഗമായി ഒരുക്കിയ ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമായി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 32ാം ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് നടക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ട്രേഡ് ഫെയർ AKPA സംസ്ഥാന സെക്രട്ടറി ജോയി ഗ്രേസ് ഉദ്ഘാടനം ചെയ്തു. ശ്രീജിത്ത് നീലായി അധ്യക്ഷനായി. ദിനേശ് സംസാരിച്ചു. തുടർന്ന് നടന്ന ഫോട്ടോ പ്രദർശനം K. ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ഗോവിന്ദൻ അധ്യക്ഷനായി. വാസു A. സ്വാഗതം പറഞ്ഞു. സൗജന്യ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ക്ലാസും സംഘടിപ്പിച്ചു. ഹേമന്ത് G. കുട്ടി ക്ലാസ് കൈകാര്യം ചെയ്തു. കലാധരൻ പെരിയ, സണ്ണി ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു.
സമ്മേളനത്തിന്റെ ഭാഗമായി അങ്കമാലി ലിറ്റിൽ ഫ്ലവർ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്രരോഗ ചികിത്സാ ക്യാമ്പും സംഘടിപ്പിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് ജില്ലയിലെ 12 കുടുംബങ്ങൾക്കുള്ള ചികിത്സാ സഹായം വിതരണം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ മുതിർന്ന ഫോട്ടോഗ്രാഫർമാരെ ആദരിച്ചു. ഒരു ഭരണമെന്ന് പറയുന്നത് കൂട്ടായ്മയാണ്. ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ ജനകീയനായ MP ശ്രീ പി കരുണാകരനും നമ്മുടെ പ്രിയപ്പെട്ട ചന്ദ്രേട്ടൻ നമ്മുടെ MLAയും മന്ത്രിയും എല്ലാമായപ്പോൾ ആ രണ്ട് ബഹുമാന്യരായ നേതാക്കളുടെ സഹായ സഹകരണത്തോടുകൂടെ കാഞ്ഞങ്ങാടിൻ്റെ ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നു എന്നത് മാത്രമാണ് എൻ്റെ ഒരു പ്രവർത്തനം. അതുകൊണ്ട് തന്നെ അത് തുടങ്ങിയത് മാത്രമേ ഉള്ളൂ. ഒരു 6 മാസം കഴിയുമ്പോൾ അടുത്ത നിങ്ങളുടെ ജില്ലാ സമ്മേളനം ആകുമ്പോഴേക്കും ഇതായിരിക്കില്ല കാഞ്ഞങ്ങാടിന്റെ റിസൾട്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പുവരുന്നു. നവംബർ 26 നടക്കുന്ന പ്രതിനിധി സമ്മേളനം റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. AKPA ജില്ലാ പ്രസിഡന്റ് ഹരീഷ് പാലക്കുന്ന് അധ്യക്ഷനാവും. സംഘടനാ പ്രവർത്തനത്തിൽ 32 വർഷം പൂർത്തിയാക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് PV ബാലനെ ചടങ്ങിൽ ആദരിക്കും. സമ്മേളനം നവംബർ 26 സമാപിക്കും. സദാചാര പോലീസ് ചമഞ്ഞ് നടത്തിയ അക്രമത്തിനെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ചെർക്കളയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. സഹപാഠിക്കൊപ്പം ഐസ്ക്രീം പാർലറിലിരുന്ന് ഐസ്ക്രീം കഴിച്ചതിന്റെ പേരിൽ ഡിവൈഎഫ്ഐ കുമ്പള ബ്ലോക്ക് കമ്മിറ്റി മെമ്പറും സൈനബ് B.Ed കോളേജിലെ അധ്യാപക വിദ്യാർത്ഥിയുമായ പൃഥ്വിരാജിനെ ചിലർ ചേർന്ന് മർദ്ദിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെർക്കളയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ KV കുഞ്ഞിരാമൻ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് അനിൽ ചെന്നിക്കര അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി K മണികണ്ഠൻ, പ്രസിഡന്റ് ശിവജി വെള്ളിക്കോത്ത്, ബ്ലോക്ക് സെക്രട്ടറി P ശിവപ്രസാദ്, SFI ജില്ലാ പ്രസിഡന്റ് B വൈശാഖ്, CPM കാസർഗോഡ് ഏരിയ സെക്രട്ടറി KA മുഹമ്മദ് ഹനീഫ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ ചെർക്കളയിൽ നടക്കുന്നത് പോലെയുള്ള അതിക്രമങ്ങൾ, പ്രശ്നങ്ങൾ ഇന്നിപ്പോ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? ഇവിടെ നിർഭയമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളെ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർത്താൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ഡിവൈഎഫ്ഐക്കാരനെ ആക്രമിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടോ? നിങ്ങൾ ഈ കാലത്തെക്കുറിച്ച്, ഈ സമൂഹത്തെക്കുറിച്ച്, ഈ കാലഘട്ടത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാവണം നിങ്ങൾക്ക്. ഇടതുപക്ഷ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമെല്ലാം ഞങ്ങൾക്ക് എന്ത് നഷ്ടം സംഭവിക്കുന്നു എന്ന് നോക്കിക്കൊണ്ടല്ല ഞങ്ങളൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത്. എയ്ഡ്സ് കേവലം ഒരു ആരോഗ്യ പ്രശ്നം മാത്രമല്ല, സാമൂഹ്യ പ്രശ്നവും കൂടിയാണെന്ന ബോധവൽക്കരണവുമായി ഒരു കലാജാഥ. ജില്ലാ ആരോഗ്യ വകുപ്പും കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുമാണ് കലാജാഥ സംഘടിപ്പിച്ചത്. എയ്ഡ്സ് ഒരു ആരോഗ്യ പ്രശ്നം എന്നതിൽ ഉപരി അത് നമ്മുടെ സാമൂഹിക സാമ്പത്തിക ഭദ്രതയെയും മാനവവിഭവശേഷിയെയും തകരാറിലാക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എയ്ഡ്സ് എന്ന രോഗം ഒരു സാമൂഹ്യ പ്രശ്നം കൂടിയാണെന്ന ബോധം നമ്മളിൽ ഉണ്ടാകുന്നത്. രോഗത്തെക്കുറിച്ച് നാം അറിയേണ്ടതും അറിയാൻ ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങൾ മുന്നിൽ കണ്ടാണ് ജില്ലാ ആരോഗ്യ വകുപ്പും കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും എയ്ഡ്സ് ബോധവൽക്കരണ കലാജാഥയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കലാജാഥയുടെ ജില്ലാതല ഉദ്ഘാടനം നീലേശ്വരം താലൂക്ക് ആശുപത്രി പരിസരത്ത് നടന്നു. നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോട്ടത്തിൽ കുഞ്ഞിക്കണ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ എയ്ഡ്സ് ബോധവൽക്കരണ കലാജാഥ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളിലേക്ക് ആ സന്ദേശം ആഴത്തിൽ എത്തിച്ച് ഈ പറയുന്ന അപകടകരമായ അവസ്ഥയിൽ നിന്നും ഒരു സമൂഹത്തെ എന്നേക്കുമായി വിമോചിപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു ലക്ഷ്യമാണ് നമ്മുടെ ആരോഗ്യ വകുപ്പ് ഇതിലൂടെ ലക്ഷ്യപ്പെടുന്നത്. ഇന്നിവിടെ പറയുന്നത് പോലെ നമ്മുടെ സമൂഹത്തെയും നമ്മളെയൊക്കെ തന്നെ ഏറെ ഭീതിജനകമാകുന്ന ഒരു രോഗമാണ് എയ്ഡ്സ് രോഗം എന്ന് പറയുന്നത്. നഗരസഭാ കൌൺസിലർ മനോഹരൻ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജമാൽ അഹമ്മദ് എന്നിവർ സംസാരിച്ചു. ജില്ലാ മാസ് മീഡിയ ഓഫീസർ വിൻസെന്റ് ജോൺ സ്വാഗതവും ഹെൽത്ത് സൂപ്പർവൈസർ DK ശംഭു നന്ദിയും പറഞ്ഞു. ചടങ്ങിനു ശേഷം ഉദ്ഘാടകൻ കലാജാഥ നയിക്കുന്ന പ്രേമൻ യുവഭാവനയ്ക്ക് പതാക കൈമാറി. ഇങ്ങനെ പാട്ടും കൂത്തൊക്കെ നിർത്തി നമ്മളെ ഈ ചായപ്പൂര തുറന്നിട്ടില്ലെങ്കിൽ നമ്മളെ കുട്ടികൾ പട്ടിണിയാകും. നിർത്തി ഇതെന്താണ് അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിക്കണേ? എനിക്ക് പോകാനായിട്ടില്ലേ? അതെ, നിങ്ങൾ ചൂടുള്ളൊരു ചായ തന്ന ഞാൻ ചൂടുള്ളൊരു വാർത്ത പറയാം. നമ്മളെ ചായനെക്കാട്ടിലും ചൂടുള്ള കാര്യം എത്ര പണിക്ക് പറയാനുള്ള. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടന്നുവരുന്ന കാർഷിക പ്രദർശനം അക്ഷരാർത്ഥത്തിൽ കാർഷിക വിരുന്നായി മാറുന്നു. അഗ്രിഫെസ്റ്റ് എന്ന പേരിലാണ്
ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ഇവിടെ കാർഷിക പ്രദർശനം നടന്നുവരുന്നത്. കർഷകർക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കും നൂതന കാർഷിക അറിവ് പകർന്നുകൊണ്ടാണ് അഗ്രി ഫിയസ്റ്റ പുരോഗമിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, കേരള കാർഷിക സർവകലാശാല, വിവിധ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ എന്നിവയുടെ പവലിയനുകൾ ജനശ്രദ്ധ ആകർഷിച്ചു വരുന്നു. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്ന ഈ കാർഷിക പ്രദർശനം കാഴ്ചക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാർഷിക വിരുന്നിന്റെ അനുഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അഗ്രി ഫിയസ്റ്റ എന്ന പേര് അന്വർത്ഥമാകുന്നു. നമ്മുടെ മാവിൻ തോട്ടത്തിലും അതേപോലെ നമ്മൾ പച്ചക്കറി തോട്ടത്തിലും പിന്നെ മരുന്ന് തോട്ടത്തിലും ആയുർവേദ മരുന്ന് തോട്ടത്തിലും നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ വിദ്യാർത്ഥികൾക്കായിട്ട് നമ്മൾ ഈ പഴയ കാർഷികോപകരണങ്ങളുടെ ഒരു പ്രദർശനം കൂടിയുണ്ട്. പിന്നെ കരകൗശല വസ്തുക്കൾ നമ്മൾ തെങ്ങിൽ നിന്നല്ലേ, തെങ്ങിൽ കുരുത്തോളം മറ്റേ ഭാഗങ്ങളിൽ നിന്ന് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരു പ്രദർശനവും അതേപോലെ ഡെമോൺസ്ട്രേഷനും നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ പിലിക്കോട് നമ്മളുണ്ടാക്കിയ തൈകൾ, വിത്തിനങ്ങളും പച്ചക്കറി വിത്തിനങ്ങളും തൈകളും നമ്മളിവിടുന്ന് വിൽപ്പന ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് തെങ്ങിൻ തൈ നമ്മൾ വിതരണം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. കൃഷിയുടെ തോട്ടത്തിൽ ഒരുക്കിയിരുന്ന ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഔഷധ സസ്യാധിഷ്ഠിത മനുഷ്യത്തോട്ടം പ്രദർശനത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. 100ാം വർഷത്തിൽ 100 ഇനം നെല്ലിനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ജൈവ നെൽകൃഷിയുടെ നെൽവയൽ വിജ്ഞാനപ്രദമാണ്. അത്യപൂർവ ധാന്യവിളകൾ, പഴവർഗ്ഗങ്ങൾ എന്നിവ കൂടാതെ പൂന്തോട്ടച്ചെടികളുടെയും പഴവർഗ്ഗച്ചെടികളുടെയും വൻ ശേഖരവും തെങ്ങിൻ തൈകളും പ്രദർശനത്തിൽ വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. വിവിധതരം പക്ഷികൾ, മത്സ്യങ്ങൾ എന്നിവയും കാണികൾക്ക് കൗതുകം പകരുന്നു. ജീവാണുവളങ്ങൾ, സംസ്കരിച്ച വിവിധതരം ഉൽപ്പന്നങ്ങൾ, വെന്ത വെളിച്ചെണ്ണ, ചക്കര, നീര എന്നിവയും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. പ്രദർശന നഗരിയിൽ കുട്ടികളുടെ വിനോദത്തിന് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയതുകൂടാതെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട്. സമസ്ത റേഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നീലേശ്വരത്ത് ശരീഅത്ത് സംരക്ഷണ റാലി സംഘടിപ്പിച്ചു. അബ്ദുൽ സമദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. പ്രതിഷേധത്തിന്റെ പൊതുവെള്ളത്ത് നിലനിർപ്പിക്കുമെന്ന് ഉച്ചസ്ഥരം ഉദ്ഘോഷിക്കും വിധം സമസ്തയുടെ അഭ്യുതകാംക്ഷികൾ അണിനിരത്തുകൊണ്ട് ഇതിഹാസമാകുന്ന ശരീഅത്ത് സംരക്ഷണ റാലിയാണ് ഇതുവഴി കടന്നു വരുന്നത്. എല്ലാ സ്നേഹബഹുജനങ്ങളും റാലിയിലും പൊതുസമ്മേളനത്തിലും അണിനിരക്കണമെന്ന് ഞങ്ങൾ വലിയ പരിശ്രമം. നീലേശ്വരം കോൺവെന്റ് ജംഗ്ഷനിൽ നിന്നാണ് ശരീഅത്ത് സംരക്ഷണ റാലി പുറപ്പെട്ടത്. സമസ്ത നീലേശ്വരം റേഞ്ച് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന റാലിയിൽ 100 കണക്കിന് ആളുകൾ അണിചേർന്നിരുന്നു. റാലി മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. ആ മാർഗനിർദ്ദേശം നോക്കും നിങ്ങൾ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അവരിക്കില്ല. എന്താ 45 പറയുന്നത്? 45 പറയുന്ന ഭരണഘടന നിലവിൽ വന്ന് 10 വർഷം തികയുമ്പോഴേക്ക്, ഭരണഘടന 10 നിലവിൽ വന്ന് 10 വർഷം തികയുമ്പോഴേക്ക് 14 വയസ്സുള്ള കുട്ടികൾക്ക് നിർബന്ധ സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. 1950 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നു. 10 വർഷത്തിനുള്ളിൽ 14 വയസ്സ് തികയുന്ന കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് പറയുന്നുണ്ട്. ഇതിനാരും എതിർക്കുന്നില്ലല്ലോ. ഇതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമല്ലേ? എന്തേ മോഡി സർക്കാർ അത് നടപ്പിലാക്കാത്തത്? നിങ്ങളുടെ സംസ്ഥാനത്തല്ലേ, ഗുജറാത്തിലല്ലേ എത്ര പാവപ്പെട്ട കുട്ടികളാണ് ഇന്നും കലാലയത്തിന്റെ കോരായിൽ പോലും ചെല്ലാൻ കഴിയാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത്? അത് നടപ്പിലാക്കിയിട്ട് പോരെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ? എം കുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു. നേരത്തെ നീലേശ്വരം ഖാസി കെ മുഹമ്മദ് മുസ്ലിയാർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
റഫീഖ് കോട്ടപ്പുറം, ഇബ്രാഹിം പറമ്പത്ത്, NP സൈനുദ്ദീൻ, മുസ്തഫ അഷ്റഫി, CK മാണിയൂർ, റഷീദ് ഫൈസി, യൂസഫ് ഹനി, അഷ്റഫ് ഫൈസി, അബ്ദുൾ മജീദ് നിസാമി, ഷാഫി ഫൈസി, TM ഗഫൂർ ഹാജി, CH മുഹമ്മദ് കുഞ്ഞി ദാരിമി, സുബൈർ ഹാജി, CV ലത്തീഫ്, ഫൈസൽ പേരോൾ, KP കമാൽ, സുലൈമാൻ മൗലവി എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിനായി ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും വ്യാപാരി വ്യവസായ പ്രതിനിധികളുടെയും തൊഴിലാളി സംഘടനാ പ്രതിനിധികളുടെയും യോഗം നവംബർ 26 ചേരും. നഗരസഭാ കോൺഫറൻസ് ഹാളിലാണ് യോഗം നടക്കുക. ശനിയാഴ്ച വൈകിട്ട് 3 കാസർഗോഡ് നഗരസഭാ കോൺഫറൻസ് ഹാളിലാണ് യോഗം. NA നെല്ലിക്കുന്ന് MLA അധ്യക്ഷനാകും. നഗരത്തെ വീർപ്പുമുട്ടിക്കുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്ന് നേരത്തെ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ ആവശ്യമുയർന്നിരുന്നു. ഇതേ തുടർന്ന് കളക്ടറുടെ ചേംബറിൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും സന്നദ്ധ സംഘടനാ പ്രതിനിധികളുടെയും യോഗം ചേർന്നിരുന്നു. യോഗ തീരുമാനപ്രകാരം നഗരത്തിലെ ട്രാഫിക് സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പ്രായോഗിക പരിഹാരം കണ്ടെത്തുന്നതിനും കളക്ടറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ നഗരത്തിൽ പരിശോധനയും ഗതാഗത സർവേയും നടത്തി. അനധികൃത പാർക്കിംഗ്, നഗരത്തിലെ ബസ്സുകളുടെ ഓട്ടം, വാഹനപ്പെരുപ്പം, കച്ചവടക്കാരുടെയും വഴിയോര കച്ചവടക്കാരുടെയും റോഡ് കയ്യേറിയുള്ള കച്ചവടം തുടങ്ങിയവയാണ് ഗതാഗതക്കുരുക്കിന് കാരണമായി കണ്ടെത്തിയത്. സുരേന്ദ്രൻ നീലേശ്വരം സ്മാരക സമിതിയുടെ ഈ വർഷത്തെ മാധ്യമ അവാർഡിന് മനോരമ ന്യൂസ് എഡിറ്റർ പ്രമോദ് രാമൻ അർഹനായി. ഡിസംബർ 3 നീലേശ്വരത്ത് നടക്കുന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ അവാർഡ് വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അവാർഡ് നിർണയ കമ്മിറ്റി മെമ്പർമാരായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, സതീഷ് ബാബു പയ്യന്നൂർ, ഡോക്ടർ AM ശ്രീധരൻ എന്നിവരാണ് അവാർഡിന് അർഹനായ പ്രമോദ് രാമനെ തിരഞ്ഞെടുത്തത്. 2016 ഡിസംബർ 3 വൈകുന്നേരം 4:30 നീലേശ്വരം വ്യാപാര ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ അവാർഡുകൾ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സുരേന്ദ്രൻ നീലേശ്വരം സ്മാരക സമിതിയുടെ സുരേന്ദ്രൻ സ്മാരക മാധ്യമ അവാർഡിന് അർഹനായിരിക്കുന്നത് മനോരമ ന്യൂസിൻ്റെ കോർഡിനേറ്റിംഗ് എഡിറ്റർ ശ്രീ പ്രമോദ് രാമനാണ്. നമ്മളിൽ നിന്നും വിട്ടുപോയ പ്രശസ്ത മാധ്യമ ഫോട്ടോഗ്രാഫർ സെൽവരാജ് കയ്യൂരിൻ്റെ സ്മരണക്കായിട്ട് മാധ്യമ ഫോട്ടോഗ്രാഫി അവാർഡും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനർഹനായിരിക്കുന്നത് മനു ഷെല്ലി, ചീഫ് ഫോട്ടോഗ്രാഫർ, മെട്രോ വാർത്ത, എറണാകുളമാണ്. തുടർന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ മുഖ്യപ്രഭാഷണവും M രാജഗോപാലൻ MLA അനുസ്മരണ പ്രഭാഷണവും നടത്തും. വാർത്താസമ്മേളനത്തിൽ പ്രൊഫസർ KP ജയരാജൻ, P വിജയകുമാർ, സേതു ബംഗളം, VV പ്രഭാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ വിവിധ പരിപാടികൾ നടന്നു. കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ യുവജന റാലി നടത്തി. വർഗീയതയ്ക്കും ഭീകരവാദത്തിനുമെതിരെ പോരാടുക എന്ന സന്ദേശവുമായാണ് യുവജന റാലി നടന്നത്. നോർത്ത് കോട്ടച്ചേരിയിൽ നടന്ന പൊതുയോഗം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് N സുകന്യ ഉദ്ഘാടനം ചെയ്തു. സമീപ നാളുകളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കൂത്തുപറമ്പിലെ രക്തസാക്ഷികളുടെ രക്തസാക്ഷിത്വം വൃഥാവിലായിരിക്കുന്നു എന്നുള്ള രൂപത്തിലുള്ള ദുഷ്പ്രചരണം. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്തിനു വേണ്ടിയായിരുന്നു ആ പോരാട്ടം. CPM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി P നാരായണൻ, AV സഞ്ജയൻ, രതീഷ് നെല്ലിക്കാട്ട്, PK നിഷാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. അജാനൂർ മാപ്പിള ഗവൺമെന്റ് LP സ്കൂളിന് ശൌചാലയം നിർമ്മിച്ചു നൽകി ബേക്കൽ ഫോർട്ട് ലയൺസ് ക്ലബ് പ്രവർത്തകർ മാതൃകയായി. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണലിന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി ബേക്കൽ ഫോർട്ട് ലയൺസ് ക്ലബ്ബ് അജാനൂർ ഗവൺമെന്റ് മാപ്പിള LP സ്കൂളിന് ശൌചാലയം നിർമ്മിച്ചു നൽകി. ജനപ്രതിനിധികളുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ ശൌചാലയത്തിന്റെ ഉദ്ഘാടനം നടന്നു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ CAK പ്രസാദ് ശൌചാലയം ഉദ്ഘാടനം ചെയ്തു. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക, അല്ലേ? നാടും അതുകൊണ്ട് തന്നെ സ്കൂളും ചുറ്റുപാടും പരിസരവും നല്ല വൃത്തിയായി സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ ലയൺസ് പ്രസ്ഥാനം 100ാം വാർഷിക ആഘോഷത്തിലാണ്, ശതാബ്ദി ആഘോഷത്തിലാണ്. ഗവൺമെന്റ് മാപ്പിള LP സ്കൂളും
മറ്റൊരു ആഘോഷത്തിലാണ് 90-ാം വർഷത്തിൽ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ ബേക്കൽ ഫോർട്ട് ലയൺസ് ക്ലബിലെ മിക്ക മെമ്പർമാരും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും കൂടിയാണ് എന്നുള്ളത് കൊണ്ടും അവർക്ക് ഈ തരത്തിൽ നല്ലൊരു പ്രൊജക്ട് സ്കൂളിന് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതും ഒക്കെ വളരെ വളരെ സന്തോഷകരമായ ഒരു സംഗതി തന്നെയാണ്. ബേക്കൽ ഫോർട്ട് ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഗാലിസി പാലക്കി അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുൽ ഹമീദ് ചേരക്കാടത്ത്, പി അബ്ദുൽ കരീം, ലയൺസ് റീജിയണൽ ചെയർമാൻ കെ എ രഘുനാഥൻ നമ്പ്യാർ, PTA പ്രസിഡന്റ് CH ബഷീർ, പ്രധാനാധ്യാപിക വത്സല, SK കുട്ടൻ, തെരുവത്ത് മൂസ ഹാജി, പാലക്കി അബ്ദുൾ റഹ്മാൻ ഹാജി, സുനിൽ രാജ് നീലേശ്വരം, അൻവർ ഹസൻ, യൂറോ അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. പ്രൊജക്ട് കോർഡിനേറ്റർ അബ്ദുൽ നാസർ PM സ്വാഗതവും പ്രോഗ്രാം ഡയറക്ടർ അഷ്റഫ് കൊളവേൽ നന്ദിയും പറഞ്ഞു. അതിഞ്ഞാൽ കോയാപ്പള്ളി മഖാമുറൂസിന് തുടക്കമായി. അതിഞ്ഞാൽ കോയാപ്പള്ളി മഖാമുറൂസിന് തുടക്കമായി. ഉറൂസിന്റെ ഭാഗമായി ഉറൂസ് കമ്മിറ്റി ചെയർമാൻ PB അബ്ദുൾ ഷുക്കൂർ പതാക ഉയർത്തി. 25-ന് വെള്ളിയാഴ്ച രാത്രി 7-ന് ഇബ്രാഹിം ഖലീൽ ഹുദവി മുഖ്യപ്രഭാഷണം നടത്തും. സയ്യിദ് നിസാമുദ്ദീൻ തങ്ങൾ കരുവമ്പലം കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. 27-ന് ഞായറാഴ്ച നടക്കുന്ന സമാപന കൂട്ടുപ്രാർത്ഥനയ്ക്ക് സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽബുഖാരി നേതൃത്വം നൽകും. 28-ന് തിങ്കളാഴ്ച പുലർച്ചെ സുബഹ് നമസ്കാരത്തിന് ശേഷം മൗലിദ് പാരായണം നടക്കും. വൈകിട്ട് 4 മണിക്ക് അന്നദാനത്തോടെ ഉറൂസ് പരിപാടികൾ സമാപിക്കും. ഞാണിക്കടവ് മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് സമാപനം. മുത്തപ്പൻ വെള്ളാട്ടം കെട്ടിയാടി. ഞാണിക്കടവ് മുത്തപ്പൻ മടപ്പുരയിലെ പ്രതിഷ്ഠാദിന ഉത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. മുത്തപ്പൻ വെള്ളാട്ടവും കെട്ടിയാടി, അന്നദാനവും നടന്നു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. പാണംതോട് AKG ക്ലബിന്റെയും DYFI പാണംതോട് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ ഉദയൻ അനുസ്മരണം സംഘടിപ്പിച്ചു. AKG ക്ലബിന്റെയും DYFI പാണംതോട് യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഉദയൻ അനുസ്മരണം സംഘടിപ്പിച്ചത്. അനുസ്മരണ സമ്മേളനം DYFI ജില്ലാ സെക്രട്ടറി K മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ രജീഷ് രാജൻ അധ്യക്ഷനായി. ക്ലബ് ഏർപ്പെടുത്തിയ GLP സ്കൂളിലെ കുട്ടികൾക്കായുള്ള എൻഡോമെന്റ് വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് P ദാമോദരൻ വിതരണം ചെയ്തു. SLC+2 വിജയികൾക്കുള്ള ഉപഹാരം DYFI സംസ്ഥാന കമ്മിറ്റി അംഗം K സബീഷ് വിതരണം ചെയ്തു. കലാപ്രതിഭകൾക്കുള്ള ഉപഹാരം ചിത്താരി ലോക്കൽ സെക്രട്ടറി M ബാലൻ നിർവഹിച്ചു. വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ അംഗീകാരം ലഭിച്ച മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ MV വിജയൻ വേലാശ്വരത്തെ ഉപഹാരം നൽകി ആദരിച്ചു. T വിജയൻ, അഡ്വക്കേറ്റ് A ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ A സുരേന്ദ്രൻ സ്വാഗതവും ട്രഷറർ A വിനോദ് കുമാർ നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പ്രതിഷേധം. NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നോട്ട് നിരോധനം, പ്രതിഷേധം അടങ്ങുന്നില്ല. NGO യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. അൻപത്തിയേഴാമത് ഹോസൂർ ഉപജില്ലാ കലോത്സവത്തിന് തുടക്കമായി. ശനിയാഴ്ച സ്റ്റേജ് മത്സരങ്ങൾക്ക് തുടക്കമാവും. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് തുടക്കം. ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമായി. കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണം. DYFIയുടെ നേതൃത്വത്തിൽ ജില്ലയിലെങ്ങും അനുസ്മരണ പരിപാടികൾ. സുരേന്ദ്രൻ നീലേശ്വരം സ്മാരക മാധ്യമ അവാർഡിന് മനോരമ ന്യൂസ് എഡിറ്റർ പ്രമോദ് രാമൻ അർഹനായി. പുരസ്കാര സമർപ്പണം ഡിസംബർ 3-ന് നീലേശ്വരത്ത് നടക്കും. അതിഞ്ഞാൽ കോയാപ്പള്ളി മഖാമുറൂസിന് തുടക്കം. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.